കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ കഴിഞ്ഞ ദിവസമാണ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടാവുകയും നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്ത് പുറത്തുവരികയും ചെയ്തത്. ഈ നഗരസഭയിൽ വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളോ നോട്ടീസോ ഒന്നും തന്നെ നഗരസഭ ഓഫീസിൽ ഇല്ല എന്നതായിരുന്നു ആ കത്തിൽ വ്യക്തമാക്കിയതിന്. അന്ന് മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും നഗരസഭ ഓഫീസിൽ മുതൽ നാട്ടുകാരും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. 36 ഡിവിഷനുള്ളടുത്ത് 37 ഡിവിഷനാക്കി മാറ്റി. ആ സമയത്താണ് പലയിടത്തും വോട്ട് ക്രമക്കേടുകൾ നടന്നത്. ഇവിടെ പ്രവാസികളാണ്, നാട്ടിലില്ല എന്നൊക്കെയുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമാണ് വോട്ടിൽ നിന്ന് എടുത്തു മാറ്റിയെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ കോഴിക്കോട് കൊടുവള്ളി നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട ഉയർന്നു വരികയാണ്. നഗരസഭാ സെക്രട്ടറിയെ കാണാനില്ല എന്നതാണ് പരാതി. 10 ദിവസമായി അദ്ദേഹം ഇവിടെ ജോലിക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല എന്നൊക്കെയാണ് ആരോപണം ഉയർന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നടപടിയിലേക്ക് കൂടി പോകുന്നു. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു തന്നെ 24 ചേരുകയാണ്. നഗരസഭാ സെക്രട്ടറിക്കെതിരെ കൂടി ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇപ്പോൾ നടപടിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. അദ്ദേഹം എവിടെയാണെന്ന് ഇപ്പോൾ ചെയർമാന് പോലും അറിയില്ലേ? അദ്ദേഹം എവിടെയാണെന്ന് ചെയർമാൻ അറിയില്ല എന്ന് മാത്രമല്ല, നഗരസഭ ഭരണരംഗത്ത് ഭയങ്കര പ്രതിസന്ധിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, കറണ്ട് ബില്ല് മാറിയിട്ടില്ല, ഇവിടെ അത്യാവശ്യം കൊടുക്കേണ്ട ബില്ലുകൾ മാറാൻ കഴിയുന്നില്ല, ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കഴിഞ്ഞ 12 ദിവസമായി ഈ ഓഫീസിൽ സെക്രട്ടറി ഇല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. നഗരസഭാ പ്രവർത്തനം, ജനങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം താളം തെറ്റി. വോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യങ്ങളും കൊടുവള്ളി നഗരസഭയിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജീവനക്കാർ തന്നപ്പോൾ 3-ാം തീയതി, കാരണം 29, 30-ാം തീയതി ശമ്പളം കൊടുക്കേണ്ട അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തദ്ദേശ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ബന്ധപ്പെട്ട കളക്ടർ നിരന്തരം അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ ഡി ഡിയെ 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നമുക്കൊരു റെസ്പോൺസും കിട്ടുന്നില്ല. അവരെന്താ പറയുന്നത്? നടപടി വരും എന്നല്ലാതെ ഒന്നും നടപടി ഇതുവരെ ആയിട്ടില്ല. തീർച്ചയായിട്ടും 12 ദിവസമായിട്ട് ഈ വിഷയങ്ങൾ നടക്കുന്നില്ലെങ്കിൽ വലിയ വിഷയമല്ലേ? ഒരു ഭരണസമിതി പൂർണ്ണം എല്ലാവരും കൗൺസിലർമാർ കൊടുത്തു, UDF കൊടുത്തു, 1000-ഓളം വരുന്ന വോട്ടർമാർ കൊടുത്തു. വോട്ടർമാർ പേഴ്സണൽ ഞങ്ങളുടെ വോട്ട് കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി. പക്ഷേ ഇതൊക്കെ കളക്ടർ സ്വീകരിച്ചു. ഇവിടേക്ക് ഡി ഡി വന്നു, സെക്രട്ടറിയോട് ചോദിച്ചു, ചാർജുള്ള സെക്രട്ടറി ചോദിച്ചു രേഖകൾ എവിടെ, രേഖകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ രേഖകൾ ഇപ്പോൾ പുറത്ത്. ചെയർമാനോട് ഒരു കാര്യം ചോദിച്ചു, നഗരസഭാ സെക്രട്ടറി LDFന്റെ ആളാണെന്ന് വല്ല ആരോപണം നിങ്ങൾ നേരത്തെ ഉയർത്തിയത്, അതിപ്പോൾ തന്നെ തുടരുകയാണ്? നഗരസഭാ സെക്രട്ടറി LDF ആണോ UDF ആണോ ഞങ്ങൾക്കറിയില്ല. നഗരസഭാ സെക്രട്ടറി LDFന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പൂർണ്ണമായും ചെയ്തത്. കാരണം അദ്ദേഹത്തിന് ഇലക്ഷൻ പരിശീലനം കിട്ടാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് ആണ് ചെയ്തതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. സ്വാഭാവികമായി ഇതിൻ്റെ വ്യാപ്തി സെക്രട്ടറിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ ഉണ്ടല്ലോ, സെക്രട്ടറിയെ സംരക്ഷിച്ചല്ലോ. ഇപ്പോൾ സെക്രട്ടറിയെ സ്ഥലം മാറ്റിയെന്നൊരു ന്യൂസ് കാണുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു വിവരം കിട്ടിയില്ല. സെക്രട്ടറിയെ സ്ഥലം മാറ്റിയാൽ പോരല്ലോ. ഇത്രയും തെറ്റായ രീതിയിൽ വളരെ മോശകരമായ രീതിയിൽ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയ ഒരു സെക്രട്ടറിയെ അത് ജില്ലാ കലക്ടർക്കും ബന്ധപ്പെട്ട ആൾക്കും ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അയാളുടെ പേരിൽ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്യുകയോ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണ്ടേ? അതേ ദിവസം അയാളെ പറ്റി ചെയ്തപ്പോൾ എന്താ, അയാൾ സുരക്ഷിതമായി ഇവിടുന്ന് മാറ്റിയതാണ്. അത് അയാളെ സംരക്ഷിക്കാനാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം അദ്ദേഹത്തിൻ്റെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഇറക്കിയ ഈ തെറ്റായ വോട്ടർ ലിസ്റ്റ് ഇറക്കി അത് റദ്ദ് ചെയ്ത് പുതിയ വോട്ടർ ലിസ്റ്റ് ഇറക്കലാണ് ഞങ്ങൾ ആവശ്യം. ഞങ്ങൾക്ക് വോട്ടുകൾ വെട്ടിമാറ്റിക്കും, 1000-ൽ പരം വോട്ടുകൾ വാർഡുകൾ മാറ്റിയിട്ടിട്ടുണ്ട്. അതിന് ബദലായിട്ട് LDFന് അനുകൂലമായ വോട്ടുകൾ തിരികെ കയറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ സമരം തുടരും. ഈ വിജയം വരെ സമരം ഉണ്ടാവും. ഈ വോട്ടർ ലിസ്റ്റ് വെച്ച് ഈ മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശക്തമായ നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ UDFും ഒപ്പം തന്നെ പ്രദേശവാസികളും മുന്നോട്ട് പോകുന്നത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുണ്ടാക്കി നഗരസഭാ സെക്രട്ടറി ഇതിനകത്ത് കൂട്ടുനിന്നു. നഗരസഭാ സെക്രട്ടറി ഏതാണ്ട് 10 ദിവസമായിട്ട് ജോലിക്ക് ഹാജരാകാത്ത സാഹചര്യം. നഗരസഭയിലെയും കൊടുവള്ളിയിലെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ താളം തെറ്റിയ ഒരു അവസ്ഥയിലാണ്. എത്രയും വേഗം നടപടി ഉണ്ടാകണം. തദ്ദേശ ഭരണ മന്ത്രിക്ക് മുൻപാകെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയോട് ചെയ്യുകയാണ്. കോഴിക്കോട് നിന്നും അനൂപ് സാർക്കൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.